നമസ്കാരം. ചാനൽ ജിപാറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SBIയിൽ അക്കൗണ്ടുള്ള ആർക്കും വളരെ ഈസിയായി വീട്ടിൽ ഇരുന്നുകൊണ്ട് കയ്യിലിരിക്കുന്ന ക്യാഷ് FD ആക്കാൻ ഇതാ ഒരു സൂത്രപ്പണി. ഓൺലൈൻ ബാങ്കിംഗ് ഉള്ള ആർക്കും ഇത് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതാണ്. ആദ്യം വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. കയ്യിലിരിക്കുന്ന ക്യാഷ് 1000 രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ 7 ദിവസത്തിനിടയ്ക്ക് ആ ക്യാഷ് ഉപയോഗിക്കേണ്ട കാര്യമില്ല എങ്കിൽ ഏറ്റവും സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗമാണിത്. ഓൺലൈൻ ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്ത ശേഷം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ETDR ഓർ ESTDR എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേയേറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നിന്നും ഫിക്സഡ് ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നീട് ഏത് അക്കൗണ്ടിൽ നിന്നാണോ FD ഇടാൻ ക്യാഷ് എടുക്കേണ്ടത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ടാകും. സോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം എത്ര രൂപയാണോ FD ഇടേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിനിമം 1000 രൂപയാണ് FD ഇടാൻ വേണ്ടത്. മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ശേഷം TDR എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എത്ര ഡേയ്സ് ഓർ മന്ത് ഓർ ഇയർ ആണ് FD ഇടേണ്ടത് എന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് അടുത്ത സ്റ്റെപ്പ്. മിനിമം 7 ഡേയ്സിലേക്ക് നമുക്ക് FD ഇടാവുന്നതാണ്. സോ 7 ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഡേയ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് 7 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ ഇൻട്രസ്റ്റോട് കൂടി വീണ്ടും റീഡെപ്പോസിറ്റ് ചെയ്യണോ അതോ 1000 റുപ്പീസും അതിന്റെ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ തിരിച്ചു തരണോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. റീപേ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ ഈ ക്യാഷ് തിരിച്ചു കിട്ടും. അതിനുശേഷം അക്സെപ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ കൊടുത്ത ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാനുള്ള വിൻഡോ കാണാം. നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ എത്ര രൂപ കിട്ടും, എന്നാണ് മെച്യൂരിറ്റി ആകുന്നത്, ആ ഡേറ്റ് ഏതാണ്, എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നീട് ഒരു നോമിനേഷൻ ഓപ്ഷൻ കൂടിയുണ്ട്. നോമിനേഷൻ വേണോ വേണ്ടേ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുകൂടി ചെയ്തതിനു ശേഷം കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയി FD ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. നമ്മുടെ FDയുടെ നമ്പർ, എന്നാണ് മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞ് എത്ര രൂപ കിട്ടും, ഇതെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അക്കൗണ്ട് സമ്മറി മെനുവിൽ പോയി ഡെപ്പോസിറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്താൽ ഈ FD കാണാവുന്നതാണ്. അവിടെ നിന്ന് വ്യൂ ETDR പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ FD സർട്ടിഫിക്കറ്റ് ഫിസിക്കലായി പ്രിന്റ് ചെയ്യാനോ PDF ആയി സേവ് ചെയ്യാനോ കഴിയുന്നതാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഇതുപോലെ FD ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ പരിചയക്കാരിലേക്കും ഷെയർ ചെയ്യുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.